രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ രാധാ ഭക്തർക്കും കൃഷ്ണ ഭക്തർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 62ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട രാധാറാണിയുടെ കഥ അടുക്കിന് ഒന്നേന്ന് തുടങ്ങി രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് 62ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സ്വാഗതം. ഇത് പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ രാധയുടെ പ്രണയം നിങ്ങൾക്ക് ഒന്നേന്ന് തൊട്ട് കാണാൻ സാധിക്കും. കാണണം. രാധയുടെ പ്രണയം കാണുന്നവർ നിർബന്ധമായും അഷ്ടപതിയും കേൾക്കണം. എന്നിട്ട് ഈ അഷ്ടപതി നിങ്ങൾ വീടുകളിൽ എന്ത് ചെയ്യണം? ചൊല്ലണം. ഇതിനകത്ത് ജ്യോതിഷമുണ്ട്, അതായത് നക്ഷത്രഫലം. നിങ്ങൾ ഓരോ മാസത്തിൽ ജനിച്ചെങ്കിൽ ജാനുവരി ജനിച്ചവരുടെ ഫലം, ഫെബ്രുവരി ജനിച്ചവരുടെ ഫലം, ആ നക്ഷത്ര ഫലവും കേട്ട് ഓരോ മാസത്തിലും ജനിച്ചവരുടെ ഫലവും കേട്ടാൽ നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകമായി മാറി. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, 8 അധ്യായം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവയൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഗണപതി തത്വം എന്താണെന്നൊരു വീഡിയോ ഉണ്ട്, അത് കേൾക്കണം. ശിവലിംഗത്തെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്. പലപ്പോഴും നമുക്ക് ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം 62ാമത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की
ജയ്. കണ്ടോ, ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജയ് വിളിച്ചോളൂ സാഹചര്യം അനുകൂലമാണെങ്കിൽ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന രാധാറാണി അമ്മക്ക് ജയ്. എൻ്റെ ഒരേ ഒരു ദൈവം രാധാറാണി അമ്മക്ക് ജയ്. എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനേ ഉള്ളൂ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു എല്ലാം നിർത്തിയിട്ട് എൻ്റെ രാധാറാണി അമ്മയെ അങ്ങോട്ട് ഭജിച്ചു തുടങ്ങൂ. ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടൂ. സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം, സർവത്ര ആനന്ദം, പ്രണയം. ഇതാണ് രാധാറാണിയെ ഭജിച്ചാലുള്ള ഫലം. ദേ നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം രാധാറാണി അമ്മയല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. എനിക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, രാധാറാണി. പക്ഷേ എനിക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് എൻ്റെ അമ്മ തരുന്നതെന്നറിയാമോ? ദുഃഖങ്ങളില്ല, ഒന്നുമില്ല, സുഖ ജീവിതം ഇങ്ങനെ പോകുന്നു. അപ്പോൾ രാധാറാണി അമ്മയെ നിങ്ങൾ ഭജിച്ചുകൊള്ളൂ, എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ രാധയുടെ പ്രണയം 62ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിർത്തിയ ഇതാണ്, യശോദാമ്മയുടെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ആ മുട്ട് കേട്ടപ്പോൾ യശോദാമ്മ, അതായത് യശോദാമ്മയുടെ വാതിലിന് മുന്നിൽ ഒരു മുട്ട് കേട്ടു. ആ ആളവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പോലെയായി മാറി. ഈ സമയത്ത് ഒന്നും കൂടെ പറയട്ടെ, ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നതിൻ്റെ വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസാവുകയാണ്. ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച, പിന്നെ ബുധൻ, വ്യാഴം. ഈ വീഡിയോ കേട്ടാൽ 2 ദിവസവും കൂടെ കാത്തിരുന്നാൽ മതി. ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ വെള്ളിയാഴ്ച രാധാറാണി അമ്മയെ അനുഗ്രഹിച്ചാൽ അന്നത്തെ ദിവസം 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക് അന്നത്തെ ദിവസം റിലീസായിരിക്കും. അത് ഒരു കാര്യം, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടിരിക്കണം. അതൊരത്ഭുത സംഭവം തന്നെയാണ്. ഞാനത് പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം അതെൻ്റെ മാത്രം സ്വകാര്യമാണ്, എനിക്ക് മാത്രം രാധാറാണി അമ്മ തന്നതാണ്. പക്ഷേ എല്ലാവരും എന്നെ നിർബന്ധിച്ചു, സകല ആൾക്കാരും നിർബന്ധിച്ചു. ഈവൻ വൃന്ദാവനത്തിൽ നിന്ന് വരെ സ്വാമിമാർ ആശ്രമം നടത്തുന്നവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്ഭുതമാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു രാധാഭക്തൻ. അതെങ്ങനെയാണ് രാധാഭക്തനായത് എന്ന് മാത്രമല്ല, രാധേ രാധേ, ഓ രാധേ രാധേ, അത് കൃഷ്ണൻ നൃത്തം ചവിട്ടിക്കൊണ്ടാണ് ചൊല്ലുന്നത്. നൃത്തം ചവിട്ടി ചൊല്ലുന്ന ഒരേ ഒരു മന്ത്രം അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മന്ത്രങ്ങളും നമ്മൾ പത്മാസനത്തിലോ മറ്റോ ഇരുന്ന്, അല്ലെങ്കിൽ ചമ്മണം പടിഞ്ഞിരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ നിന്നുകൊണ്ട് കൈകൊണ്ട് തൊഴുകുന്ന മന്ത്രങ്ങളാണ് ബാക്കിയെല്ലാം. പക്ഷെ ഈ ഒരു മന്ത്രം മാത്രം നൃത്തം ചവിട്ടി ചൊല്ലിയാൽ ഇരട്ടിയുടെ ഇരട്ടി ഫലമാണ്. ഇത് അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഇനി നോർത്ത് ഇന്ത്യയിലാണ് രാധാഭക്തി ഉള്ളത്, പക്ഷെ അവരിൽ പോലും ഞാൻ ഇത്ര ഗാഠമായ കണ്ടിട്ടില്ല എന്നൊക്കെ സ്വാമി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദം തോന്നി. കാരണം നമുക്കറിയില്ലല്ലോ, അവരുടെ ഭക്തിയായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി പ്രണാമം. അപ്പം അവരും എന്നെ നിർബന്ധിച്ചു, സാർ എങ്ങനെ രാധാഭക്തനായി? ഒന്നുറപ്പാണ്, രാധാറാണി അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിലും ഭൗതിക സാഹചര്യത്തിൽ രാധാറാണി അമ്മയിലേക്ക് വരാൻ രാധാറാണി അമ്മ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഒരുക്കിയതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ എല്ലാം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് രാധാറാണി അമ്മയെ ആയതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് എന്നെ നിർബന്ധിച്ചത്, ഇതൊരു വീഡിയോ ആക്കി ഇറക്കണം സാറേ, ഇത് കുറേ പേര് അറിയുക തന്നെ വേണം, ഈ സംഗതി അറിയണം. സുപ്രീം കോടതി രാധാജിയുടെ മഹത്വം അറിയണം, സാറ് നിശ്ചയമായിട്ടും ഈ വീഡിയോ ഇറക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ സ്വാമിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിത് ഇറക്കുന്നത്. അല്ലാതെ പല പ്രേക്ഷകരും പറഞ്ഞിട്ടും ഞാൻ ഈ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ വേണ്ട, കാരണം അത് എൻ്റേതാണ്. പിന്നെ ഒരു രാധാഭക്തനായ ഒരു സ്വാമി, ആശ്രമം നടത്തുന്ന ഒരു സ്വാമി, ആ സ്വാമി വന്ന് എന്നോട് എങ്ങനെ രാധാഭക്തനായെന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം എന്നും രാധാനാമം ഉരുവിടുന്ന വൃന്ദാവനത്തിൽ ആശ്രമം കെട്ടിക്കഴിയുന്ന ഒരു സ്വാമി ചോദിക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അത്രയ്ക്ക് വലിയ രാധാഭക്തനാണ്. അദ്ദേഹത്തിനോട് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത്,
സാറ് രാധാഭക്തനായ കഥ വീഡിയോ ആയിട്ട് ഇറക്കുക തന്നെ വേണം, ഇത് കുറേ പേരറിയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോൾ അതെൻ്റെ രാധാറാണി അമ്മ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ചുമ ഇല്ലേ? അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് വരാം. യശോദാമ്മയുടെ വീടിൻ്റെ അടുക്കലേക്ക് ഒരു രൂപം നടക്കുകയാണ്. ഒരാൾ നടന്നടുക്കുകയാണ്. യശോദാമ്മയുടെയും നന്ദൻ്റെയും ജീവിതം മാറ്റിമറിക്കാൻ, യശോദാമ്മയുടെയും നന്ദൻ്റെയും ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് വാരി വിതറാൻ ഒരാൾ വരികയാണ്. നടന്ന് വന്ന് ആ ആള് യശോദാമ്മയുടെ വാതിൽക്കൽ വന്നു നിന്നു. എന്നിട്ട് കതകിനിങ്ങനെ തട്ടി. കതകിന് തട്ടിയപ്പോൾ യശോദാമ്മ വന്ന് വാതിൽ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന ആളിനെ കണ്ട് യശോദാമ്മ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. എന്ത് പറയണമെന്ന് യശോദാമ്മയ്ക്ക് അറിയാൻ പാടില്ല. ആ രൂപം അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് യശോദാമ്മയ്ക്ക് തോന്നിയത്. അത്രയ്ക്ക് എന്താ പറയേണ്ടത്? യശോദാമ്മ താൻ വീഴാതിരിക്കുന്നതിന് വേണ്ടി കതകിൽ മുറുകെ പിടിച്ചു. അതെ യശോദാമ്മയുടെ മുന്നിൽ നിന്നത് ആരാണ് യശോദാമ്മയുടെ മുന്നിൽ നിന്നത്? യശോദാമ്മയെ ഇത്രയും വിഭ്രമിപ്പിച്ചതാരാണ്? ഏകാനാംശയാണ് നിൽക്കുന്നത്. അതെ, മധുരയിൽ നിന്നും രഥത്തിൽ ഏകാനാംശ വന്നിറങ്ങി. രഥമോടിക്കുന്ന ആൾ യശോദാമ്മയുടെ വീടിന് പുറത്ത് നിൽക്കുന്നു. ഏകാനാംശ ഇവിടെ നിൽക്കുന്നു. പതുക്കെ യശോദാമ്മ വിളിച്ചു, മോളെ. ഏകാനാംശ ഒന്നും മിണ്ടാതെ നടന്ന് യശോദാമ്മയുടെ അടുക്കലേക്ക് വന്നു. യശോദാമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. യശോദാമ്മ വീണ്ടും പറഞ്ഞു, മോളെ. ഒരു മന്ത്രം പോലെ ഉരുവിടുകയാണ്, മോളെ. യശോദാമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഏകാനാംശ ഒരു വകയും മിണ്ടിയില്ല. യശോദാമ്മയെ കെട്ടിപ്പിടിച്ചു. യശോദാമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് യശോദാമ്മയുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ഒരു കൊച്ചുകുട്ടി നദിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത് പോലെ യശോദാമ്മയുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ആ നെറ്റിയിൽ ചുണ്ടുകളമർത്തി ആ കവിളത്തുമ്മ വെച്ചു. യശോദാമ്മയുടെ മുടി മാടി ഒതുക്കി. ഏകാനാംശ ചോദിച്ചു, അമ്മേ എന്തേ അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ എന്തേ പറഞ്ഞില്ല ഞാൻ അമ്മയുടെ മകളാണെന്ന്? എന്തേ ഇത്ര താമസിച്ചു അമ്മേ? അപ്പോൾ യശോദാമ്മ സത്യം മനസ്സിലാക്കി, മോളെല്ലാം അറിഞ്ഞെന്ന്. പിന്നെ യശോദാമ്മ വാവിട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ മകളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നുമോളെ, നീ അമ്മയെ തിരക്കി വന്നല്ലോ. ഏകാനാംശയും കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും അവിടെ നിന്ന് കുറേ നേരം കരഞ്ഞു. ഒടുവിൽ യശോദാമ്മ ഏകാനാംശയുടെ മുടി മാടി ഒതുക്കിയിട്ട് പറഞ്ഞു, വാ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏകാനാംശ തല ഉയർത്തി നോക്കിയപ്പോൾ എല്ലാത്തിനും സാക്ഷിയായി എല്ലാം അവിടെ കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു. നന്ദമഹാരാജൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, മോളെ, നിന്റെ പിതാശ്രീയാണിത്. വന്നിക്കൂ മോളെ, പിതാശ്രീയുടെ കാലുകൾ വന്നിക്കൂ നീ. ഏകാനാംശ നടന്നിട്ട് നന്ദമഹാരാജാവിൻ്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഏകാനാംശ നന്ദന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു പിതാവാണോ? നിങ്ങൾ തന്നെയാണോ എൻ്റെ പിതാവ്? യശോദാമ്മ ഞെട്ടിത്തെറിച്ചു പോയി. നന്ദമഹാരാജാവ് ഞെട്ടിത്തെറിച്ചു പോയി ഏകാനാംശയുടെ ചോദ്യം കേട്ട്. അപ്പോൾ യശോദ അമ്പരന്ന് നിൽക്കുകയാണ്. അല്ല, നിങ്ങളായിരിക്കില്ല എൻ്റെ പിതാവ്. കാരണം ഒരു പിതാവിന് ഒരിക്കലും തൻ്റെ മകളെ കൊലയ്ക്കു കൊടുക്കാൻ കഴിയില്ല.
കൊല്ലാനായിട്ടൊരു മനുഷ്യൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല. അതും ഒരു കൂട്ടുകാരൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകളെ എടുത്തു കൊടുക്കാൻ ഏത് പിതാവിനാണ് കഴിയുന്നത്? നന്ദമഹാരാജൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. യശോദാമ്മ വന്ന് ഏകാനാംശയെ പിടിച്ച് കുലുക്കിയിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഈ പറയുന്നത്? അപ്പോൾ ഒരു കൈ കൊണ്ട് ഏകാനാംശ യശോദാമ്മയെ വിലക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനാണ്. നോക്കൂ, എൻ്റെ അമ്മ പ്രസവിച്ചിട്ട കുട്ടി. ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ഒരവകാശവുമില്ലേ? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടപ്പോൾ എൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഈ കുഞ്ഞിനെ എടുത്തു കൊടുക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? നിങ്ങൾ ഞാൻ ജനിക്കാനുള്ള ബീജം പാകി എന്നല്ലാതെ എന്നെ ജനിപ്പിക്കാൻ എന്ത് കഷ്ടപ്പാടാണ് നിങ്ങൾ പെട്ടത്? 10 മാസം വയറ്റിൽ ചുമന്ന് ഇഷ്ടമുള്ള ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ എല്ലാം ത്യജിച്ച് എന്നെ ചുമന്നുകൊണ്ട് നടന്ന ഈ അമ്മയ്ക്കില്ലാത്ത എന്തധികാരമാണ് നിങ്ങൾക്കുള്ളത്? സ്ത്രീകളെന്നും പുരുഷന്മാരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നവരാണ്. അങ്ങനെയാണ് നിങ്ങൾ കരുതിയതില്ലേ? ഇത്രയും വർഷം 16 വർഷക്കാലം എൻ്റെ അമ്മയെ നിങ്ങൾ കബളിപ്പിക്കുകയായിരുന്നില്ലേ? എന്നെ നിങ്ങൾ കൊല്ലാൻ കൊടുത്തില്ലേ? ഒരച്ഛൻ അതിന് കഴിയുമോ സ്വന്തം മകളെ കൊല്ലാൻ കൊടുക്കാൻ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാലിലല്ല ഞാൻ നമസ്കരിക്കേണ്ടത്. ഞാൻ നമസ്കരിക്കേണ്ടത് കംസ മഹാരാജാവിൻ്റെ കാലിലാണ്. ഇപ്പോൾ എനിക്ക് കംസ മഹാരാജനോട് അല്പം ബഹുമാനം തോന്നുന്നു. ഇതുവരെ ഞാൻ വെറുത്തിരുന്നൊരു മനുഷ്യനാണ്. കാരണം നിങ്ങൾ എന്നെ കൊല്ലാൻ കൊടുത്തു, പിതാവ് എന്നെ കൊല്ലാൻ കൊടുത്തു. പക്ഷേ നിങ്ങൾ ആളുകളെ കൊന്നുകൂട്ടുന്നു എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്നെ കൊന്നില്ലല്ലോ. ഒരു പെൺകുഞ്ഞിനെ കൊല്ലരുതെന്ന തോന്നൽ വന്നല്ലോ. അല്ലേ? ആരുടെ കാൽക്കലാണ് ഞാൻ നമസ്കരിക്കേണ്ടത്? സ്തബ്ധനായി നിൽക്കുകയാണ് നന്ദൻ, സ്തബ്ധനായി നിൽക്കുകയാണ്. എന്നെ ആ കംസൻ കൊന്നിരുന്നു എങ്കിൽ എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. പക്ഷേ കൃഷ്ണൻ അവൻ്റെ അമ്മയെ തേടി പോയേ പറ്റുമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പോകുമായിരുന്നു. ആ സത്യം മനസ്സിലാക്കുമ്പോൾ യശോദാമ്മ ഞാൻ പ്രസവിച്ച കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും? കംസ മഹാരാജാവ് കൊന്നുവെന്നോ? അത് കേട്ടാൽ ഈ സ്ത്രീയുടെ സമനില തെറ്റില്ലേ? ഈ സ്ത്രീയുടെ സമനില? നിങ്ങൾ എന്തുദ്ദേശത്തിലാണ്? ലോകത്താരാണ് ചെയ്യുന്നത്? അല്ലേ? അപ്പോൾ പറഞ്ഞു, മോളെ യശോദാമ്മ പറഞ്ഞു, അങ്ങനെ പറയരുത്, അവൻ നാരായണനാണ്. എന്തുറപ്പാണ്? ഒരു കുഞ്ഞു വരുമ്പോൾ നാരായണനാണോ അല്ലയോ എന്നുള്ളതിന് എന്തുറപ്പാണ്? അന്ന് ആ സമയത്ത് അത് നാരായണനുമല്ല, ആരുമല്ല, ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്ക് അച്ഛനെ വേണ്ട, എനിക്കെൻ്റെ അമ്മയെ മതി. നന്ദമഹാരാജൻ ഒന്നും മിണ്ടാതെ നന്ദമഹാരാജൻ പടികളിറങ്ങി പുറത്തേക്ക് പോയി. യാതൊന്നും നന്ദമഹാരാജൻ മിണ്ടിയില്ല. യശോദാമ്മയ്ക്കറിയാമായിരുന്നു ആ മനസ്സിലൊരു കൊടുങ്കാറ്റാണ്. യശോദാമ്മ ഓടിപ്പുറവിന് ചെന്ന് നന്ദനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ആ കുട്ടി പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ പറഞ്ഞതാണ്. ഒന്നും കരുതരുത്, ബാ, നമ്മുടെ മകളല്ലേ. അപ്പോഴും നന്ദമഹാരാജൻ ഒന്നും മിണ്ടിയില്ല. യശോദയുടെ കവിളിൽ വാത്സല്യത്തോടെ തട്ടി. എന്നിട്ട് ഏകാനാംശയെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം ആ മനുഷ്യൻ ഗേറ്റ് കടന്ന് നടന്നുപോയി. ആ നടന്നു പോകുന്നത് നിശ്ചലയായി യശോദാമ്മ നോക്കി നിന്നു. യശോദാമ്മ വന്നിട്ട് ഏകാനാംശയോട് പറഞ്ഞു, നീ എന്താ ഈ കാണിച്ചത്? നീ എന്താണ് ഈ പറഞ്ഞത്? എന്താണമ്മേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യശോദാമ്മ പറഞ്ഞു, ശരിയാകാം,
തെറ്റാകാം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നിന്റെ പിതാവാണ്, അതെൻ്റെ ഭർത്താവാണ്, എന്നെ ഈ നിമിഷം വരെ നുള്ളി നോവിക്കാത്ത ഭർത്താവ്. അപ്പോൾ ഏകാനാംശ പൊട്ടിച്ചിരിച്ചു. യശോദാമ്മ പറഞ്ഞു, എന്തേ നീ ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? അമ്മയെ നുള്ളി നോവിക്കാത്തതോ? 1000 തവണ 1 കോടി തവണ ദിവസേന അമ്മയെ മർദ്ദിച്ചിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ വലിയ ദുഃഖമല്ലേ അമ്മേ ഒറ്റ ദിവസം കൃഷ്ണൻ അമ്മയുടെ മകനല്ല എന്നറിഞ്ഞ നിമിഷം, ആ നിമിഷം അമ്മയുടെ മനസ്സിലുണ്ടായ ദുഃഖം, ആ ദുഃഖത്തോട് താരതമ്യം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അത്രയ്ക്ക് വേദന തന്നൊരു മനുഷ്യനല്ലേ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, മകളെ, നീ എൻ്റെ മകളാണ്. പക്ഷേ ഒരു കാര്യം അമ്മ പറയുന്നു, നിന്റെ അച്ഛനെ അംഗീകരിക്കാതെ എനിക്ക് നിന്നെ മകളായി അംഗീകരിക്കാൻ സാധ്യമല്ല. ഏകാനാംശ അന്തം വിട്ട് യശോദാമ്മയെ നോക്കി. യശോദാമ്മ പറഞ്ഞു, അതെ, എന്തു വന്നാലും ശരി തന്നെ, ആ മനുഷ്യൻ എൻ്റെ പ്രാണനാണ്, ആ മനുഷ്യൻ എൻ്റെ പ്രാണനാണ്. ഒന്നുകിൽ നീ ചെന്ന ആ മനുഷ്യന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുക, അതല്ല എങ്കിൽ ഏകാനാംശേ, നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോകാം. ഏകാനാംശ പറഞ്ഞു, ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഞാൻ ഇവിടെ വന്നത് 2 ഉദ്ദേശത്തിലാണ്. ഒന്ന്, എൻ്റെ അമ്മയെ ഒന്ന് കാണണം. പിന്നെ എന്നെ കൊല്ലാൻ കൊടുത്തയച്ച ആ പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്കിത് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഇനി എനിക്കൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്, അവിടേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഏകാനാംശ ഒരു കൊടുങ്കാറ്റുപോലെ ഇറങ്ങി രഥത്തിൽ കയറി. രഥം മുന്നോട്ട് നീങ്ങി. യശോദാമ്മ കട്ടിലിൽ വന്ന് വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. യശോദാമ്മ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. ആ സമയത്ത് നന്ദമഹാരാജൻ യമുനയുടെ തീരത്ത് വന്നിരുന്നു. യമുനയുടെ തീരത്തെ കടമ്പ് വൃക്ഷത്തിൽ ചാരി ആ സമയത്ത് നന്ദഗോപൻ ഇരുന്നു. ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു കടലിന്റെ തിരയിളക്കമായിരുന്നു. ഈ സമയത്ത് രഥം പായുകയാണ്. ആ രഥം അത് വന്ന് നിന്നത് രാധാറാണിയുടെ വസതിക്ക് മുന്നിലാണ്. ഏകാനാംശ അതിൽ നിന്നിറങ്ങി രാധാറാണിയുടെ വീടിൻ്റെ വാതിൽക്കലെത്തി. കതകിന് തട്ടിക്കഴിഞ്ഞപ്പോൾ രാധാറാണി വന്ന് വാതിൽ തുറന്നു. രാധാറാണി അത്ഭുതപ്പെട്ടു പോയി. ആര്? ഈ വന്നിരിക്കുന്നത് ആരാണ്? ഏകാനാംശ. രാധാറാണി ഓടി വന്ന് ഏകാനാംശയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഏകാനാംശേ, എന്തത്ഭുതം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ നിന്നെ. വാ, കയറി വാ. രാധാറാണി പറഞ്ഞു, അമ്മേ, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണിയുടെ അമ്മ വന്നു. അമ്മേതാ ഏകാനാംശ, യശോദാമ്മയുടെയും നന്ദമഹാരാജന്റെയും മകൾ. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, ഇല്ല, ഞാൻ യശോദാമ്മയുടെ മാത്രം മകൾ. രാധാറാണി അമ്പരന്നു പോയി. രാധാറാണി പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? ഞാൻ യശോദാമ്മയുടെ മാത്രം മകൾ. എന്നെ പ്രസവിച്ചു വീണ നിമിഷത്തിൽ കംസൻ എന്നെ കൊല്ലുമെന്നറിഞ്ഞിട്ടും എന്നെ കൊല്ലാനായി കൊടുത്തയച്ച ആളിനെ പിതാവായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ രാധാറാണിയുടെ അമ്മയും അമ്പരന്നു. രാധാറാണി പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? അത് കൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ ജീവനാണോ കൊടുത്തത്? അത് കൊടുത്തത് കൊണ്ട് തന്നെ രക്ഷപ്പെടുമെന്നുണ്ടോ? എന്നെ അയാൾ കൊന്നിരുന്നെങ്കിലോ? അപ്പോൾ കൃഷ്ണൻ എന്തായാലും കൃഷ്ണൻ്റെ അമ്മയെ തേടി പോകില്ലേ? അങ്ങനെ പോകുമ്പോൾ എൻ്റെ യശോദാമ്മ സത്യം മനസ്സിലാക്കും. അപ്പോൾ എൻ്റെ മകൾ എവിടെയെന്ന് ചോദിച്ചാൽ അവൾ ക്രൂരമായി കംസൻ നിലത്തടിച്ച് തല ചിതറി കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ മാനസികാവസ്ഥയ്ക്ക് ആര് സമാധാനം പറയും? രാധാറാണിക്ക് ഉത്തരം മുട്ടിപ്പോയി. രാധാറാണി പറഞ്ഞു, നീ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ എൻ്റെ മാതാവിനെ കാണാൻ പോയി. എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്കിത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാനത് ചോദിച്ചു. അപ്പോൾ രാധാറാണി പറഞ്ഞു, നന്ദമഹാരാജൻ എന്താ പറഞ്ഞത്?
ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ എന്തു പറയാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ യശോദാമ്മ എന്തു പറഞ്ഞു? എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ആ മനുഷ്യനോടാണ് പ്രിയം. എൻ്റെ അമ്മ പറഞ്ഞു, ആ മനുഷ്യൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കാമെങ്കിൽ മാത്രം നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. നിന്നെ മകളായി സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വന്നിടത്തേക്ക് പോകാൻ. രാധയെ ഞാൻ വന്നിടത്തേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് എനിക്ക് രാധാറാണിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. രാധാറാണിയുടെ അടുത്ത് ചോദിച്ചു, പറയൂ, ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ? രാധാറാണി ഒന്നും മിണ്ടിയില്ല. രാധാറാണിയുടെ അമ്മയോട് ചോദിച്ചു, പറയൂ, ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ? അപ്പോൾ രാധാറാണിയുടെ അമ്മ പറഞ്ഞു, മോളെ, നീ നന്ദമഹാരാജൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറരുതായിരുന്നു. അമ്മേ, ഈ നിൽക്കുന്ന രാധാറാണിയെ പ്രസവിച്ചമ്മ, ഈ നിൽക്കുന്ന രാധാറാണിയെ പ്രസവിച്ചു കഴിഞ്ഞ നിമിഷം രാധാറാണിയെ കൊല്ലും എന്ന് ഉറപ്പുള്ള ഒരാളിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ അമ്മ ക്ഷമിക്കുമോ? ആ ചോദ്യത്തിൻ്റെ മുന്നിൽ രാധാജിയുടെ അമ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. ഒന്നും പറയാൻ പറ്റുന്നില്ല. രാധാജിയോട് ചോദിച്ചു, പറയൂ രാധാറാണി, ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് വന്നത് ശരിയോ തെറ്റോ? രാധാറാണി പറഞ്ഞു, അതിൽ ശരിയുമുണ്ട്, അതിൽ തെറ്റുമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ പറഞ്ഞു, ഏതാണ് ശരി, ഏതാണ് തെറ്റ്? രാധാറാണി പറഞ്ഞു, ശരി ഏത്, തെറ്റേതെന്നറിയാൻ വയ്യാത്ത വിധത്തിൽ മുറുകിക്കിടക്കുകയാണല്ലോ. സാക്ഷാൽ നാരായണന് മാത്രമറിയാം ഏത് ശരി ഏത് തെറ്റെന്ന്. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, ഞാൻ പോവുകയാണ്. രാധാറാണി പറഞ്ഞു, ഇരിക്ക്, നീ ഇരിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഇല്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ വന്ന ഉദ്ദേശം നടന്നു. രാധയെ ഞാൻ കണ്ടു, എനിക്ക് രാധയെ കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. എന്നിട്ട് ഏകാനാംശ രാധാറാണിയെ കെട്ടിപ്പിടിച്ചു. രാധാറാണിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരാള് രാധയാണ്, രാധ മാത്രമാണ്. രാധയെ എന്നും രാധ എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ പോലും എനിക്ക് അനുകൂലമായി സംസാരിച്ച ഒരേ ഒരാൾ രാധയെ, രാധ മാത്രമാണ്. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് 2 അടി പുറത്തേക്ക് നടന്നു. നടന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് രാധാറാണിയോട് ചോദിച്ചു, ഞാൻ കൃഷ്ണനോട് എന്തെങ്കിലും പറയണോ? അപ്പോൾ രാധാറാണി അമ്പരം ഏകാനാംശയെ നോക്കി, ഞാൻ കൃഷ്ണനോട് എന്തെങ്കിലും പറയണോ? അപ്പൊ രാധാറാണി പറഞ്ഞു, എന്നെ മറന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഏകാനാംശ ചോദിച്ചു, ഞാനും മറന്നു എന്ന് പറയണോ? രാധാറാണി നടന്ന് ഏകാനാംശയുടെ അടുക്കലെത്തി. എത്തിയിട്ട് പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, എനിക്ക് മറക്കാനും കഴിയില്ല. അവസാന ശ്വാസം വരെയും നീ ചോദിക്കൂ, എന്നെ മറന്നു, എന്നിട്ട് ചോദിക്കൂ, എന്നെ മറന്നു, മതി, അത് മതി, അതിനപ്പുറം ഒന്നും വേണ്ട. അപ്പോൾ ഏകാനാംശ 2 ചുവട് മുമ്പോട്ട് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ സത്യസന്ധമായ ഉത്തരം ഞാൻ ഇപ്പോഴേ പറയാം. മറവി തുടങ്ങി, കൃഷ്ണനും മറവി തുടങ്ങി. രാധാറാണി സ്തംഭിച്ചു നിന്നു. രാധാറാണിയുടെ മാതാവും സ്തംഭിച്ചു നിന്നു. ഏകാനാംശ ഒരു കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി നേരെ രഥത്തിലേക്ക് ചെന്ന് കയറി. രഥമിതാ മധുരയെ ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയാണ്. ഈ സമയത്ത് രാധാറാണി അസ്ത്രം വിട്ടതുപോലെ വീട്ടിൽ നിന്നിറങ്ങി. വൃന്ദാവനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും രാധാറാണി ഒരാളെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ കാണാം, രാധാറാണി താൻ തിരക്കി നടന്ന ആളിനെ കണ്ടെത്തി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നന്ദമഹാരാജാവിരിക്കുന്നു. രാധാറാണി ചെന്ന് നന്ദമഹാരാജൻ്റെ മുന്നിൽ മുട്ടുകുത്തി. ആ കൈകൾ സ്വന്തം കൈകളിൽ എടുത്തിട്ട് പറഞ്ഞു, വിഷമിക്കരുത്, വിഷമിക്കരുത്. നന്ദമഹാരാജൻ ഒന്നും പറഞ്ഞില്ല. നന്ദമഹാരാജനോട് പറഞ്ഞു, എനിക്കറിയാം ആ മനസ്സ്, എനിക്കറിയാം ആ മനസ്സ്. നന്ദമഹാരാജൻ പറഞ്ഞു, നോക്കൂ,
ഞാൻ കൃഷ്ണന് പകരം ഏകാനാംശയെ കൊടുത്തു. ഒരുപക്ഷെ ഏകാനാംശ പറഞ്ഞത് ശരിയായിരിക്കാം, ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ കൃഷ്ണൻ തൻ്റെ മകനല്ല എന്ന് യശോദാമ്മ അറിഞ്ഞ നിമിഷം, ആ നിമിഷം അവൾ അനുഭവിച്ചൊരു വേദനയുണ്ട്. ആ വേദന 16 വർഷക്കാലം ഹൃദയത്തിൽ കൊണ്ടു നടന്നവനാണ് ഞാൻ. എന്നെങ്കിലും ഒരിക്കൽ കൃഷ്ണൻ അവൻ്റെ അച്ഛനെയും അമ്മയെയും തേടിപ്പോകുമെന്ന് എനിക്കറിയാം. ആ നിമിഷം യശോദയ്ക്ക് എന്നോടുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? ആ പരിഭ്രമം ഈ പേറി നടക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് മോക്ക് ഊഹിക്കാൻ കഴിയുമോ? 16 വർഷക്കാലം ഞാൻ ഉറങ്ങിയിട്ടില്ല മോളെ, ഉറങ്ങിയിട്ടില്ല. യശോദയുടെ കൂടെ കിടക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവനും കൃഷ്ണൻ ഒരിക്കൽ വൃന്ദാവനം വിടുന്നതും ഏകാനാംശയെ കംസൻ കൊന്നു എന്ന്, അതേ അന്ന് അങ്ങനെയാണ് ഞാൻ കരുതിയത്. ആ വാർത്ത യശോദ കേൾക്കുന്നതും എന്നെ വെറുക്കുന്നതും സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. യശോദ ഒരു ദിവസമാണ് ഞെട്ടിയത്, ഞാൻ 16 വർഷക്കാലം ഞെട്ടുകയായിരുന്നു. പിന്നെ ഏകാനാംശയുടെ ഇന്നത്തെ വരവ്, മോളെ രാധേ, അതും ഞാൻ ഇവൾ എൻ്റെ മകളാണ്, ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. നന്ദമഹാരാജൻ യമുനയിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിറന്നിട്ട് നാരായണനോട് പ്രാർത്ഥിച്ചു. ശരിയേത് തെറ്റേത് എന്നറിയാൻ പാടില്ല. നാരായണ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളൂ, ഇല്ലെങ്കിൽ എന്നോട് പൊറുത്തുകൊള്ളൂ. അത്രയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ നടന്നകലുന്നത് നോക്കിക്കൊണ്ട് രാധാറാണി നിന്നു. യശോദാമ്മ നോക്കിയപ്പോൾ നനഞ്ഞു കുതിർന്ന് നന്ദമഹാരാജൻ വരുന്നു. യശോദാമ്മ ഓടി വന്ന് നന്ദമഹാരാജാവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, എവിടായിരുന്നു എന്നെ വിട്ടിട്ട്? ഇതെന്താ സംഭവിച്ചത്? നനഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ നന്ദൻ ഒന്നും മിണ്ടാതെ യശോദാമ്മയെ ചേർത്ത് പിടിച്ചു. യശോദാമ്മ പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് വലുത് നിങ്ങളാണ്. നിങ്ങളെ അച്ഛനായി അംഗീകരിച്ച് നിങ്ങളുടെ പാദത്തിൽ വീണ് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കയറാം, അല്ലെങ്കിൽ മധുരയിലേക്ക് നിനക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവൾ തിരിച്ചുപോയി. എനിക്ക് അവളേക്കാൾ വലുതാണ് നിങ്ങൾ. നന്ദമഹാരാജൻ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ യശോദാമ്മയെ തൻ്റെ ആത്മാവിലേക്ക് ചേർത്തമർത്തി. 1000 വാക്കുകളേക്കാൾ ശക്തി ആ ആലിംഗനത്തിന് ഉണ്ടായിരുന്നു. യശോദാമ്മ ഒരു നിർവൃതിയിൽ അങ്ങനെ നിന്നു. ഈ സമയം നിങ്ങളെ ഞാൻ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതെ, സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക്. ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രീകൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന ആ കപ്പൽ ഒരു തീരത്തേക്ക് അടുത്തു. ആ സ്ഥലം മറ്റൊന്നുമല്ല, സൂര്യനഗരം വൈവസ്വതത്തിനടുത്തുള്ള പാടലീപുരത്തെ നാഗലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവനെ വിളിച്ചു, രഘുവിനെയും വിളിച്ചു. എന്നിട്ട് ഇവരുടെ ഭാഷ അറിയാവുന്ന കപ്പലിലെ ഒരു ജോലിക്കാരനെയും വിളിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് പറയൂ, മധുരയിലെ രാജാവായ ഉഗ്രസേനന്റെ ആജ്ഞപ്രകാരം കൃഷ്ണൻ അവരെ കാണാൻ വന്നിരിക്കുന്നു സമ്മാനങ്ങളുമായി എന്ന് പറയൂ. എന്നിട്ട് അവരുടെ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവനും രഘുവും കൂടി പിന്നെ ഭാഷ അറിയാവുന്ന ഒരു കപ്പൽ ജീവനക്കാരനും അവർ 3 പേരും കൂടി ചേർന്ന് എന്ത് ചെയ്തു എന്നറിയാമോ? തോണിക്കകത്ത് കയറി. തോണി തുഴഞ്ഞുപോയി. കൃഷ്ണൻ അവിടെ ആകെ ഒന്ന് നിരീക്ഷിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഉദ്ധവനും കൂട്ടരും വരുന്നു. അവരുടെ പുറകിനൊരു വലിയ ആരവവുമുണ്ട്. ഏറ്റവും മുമ്പിലായിട്ട് 2 സ്ത്രീകൾ നിൽക്കുന്നു. അവരുടെ പുറവിനായിട്ട് ഒരു പുരുഷൻ. അപ്പോൾ ഉദ്ധവൻ അങ്ങോട്ടേക്ക് കയറി വന്നു. ഉദ്ധവൻ കയറി വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ദേ ഞാൻ അവിടെ ചെന്നു. ഇതൊരു വല്ലാത്ത ലോകമാണ് കൃഷ്ണ. നീ വരുന്നത് അവിടുത്തെ രാജ്ഞി നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ രാജ്ഞി പറഞ്ഞു, സ്വാഗതം, നിങ്ങൾ വരുന്ന വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെ വന്നത് കൃഷ്ണൻ. അമ്പരന്ന് പോയി. എന്ത്?
ഇതെന്തൊരു ലോകത്താണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത്? ഞാൻ വന്ന വിവരം അവർ നേരത്തെ അറിഞ്ഞു വന്നു. അതേ കൃഷ്ണ, അവരറിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, എന്തായാലും വരാം. അങ്ങനെ കൃഷ്ണനും ഉദ്ധവനും പിന്നെ അവിടുത്തെ ഭാഷ അറിയാവുന്ന ഒരാളും കൂടെ കയറി അവരെല്ലാവരും കൂടെ ചെറു തോണി തുഴഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കൃഷ്ണൻ ബുക്കുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കപ്പൽ ഇവിടെ തന്നെ ഇട്ടേക്കണം, വിടരുത്, ഞാൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. ആ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ കൃഷ്ണൻ ആ കടൽക്കരയിലെത്തി. എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് മുമ്പിൽ 2 വനിതകള്. അപ്പോൾ ആ ദിവാക്ഷി പറഞ്ഞു, ആ മുമ്പിൽ നിൽക്കുന്നില്ലേ, അത് രാജ്ഞിയുടെ മകളാണ്, ആ രാജകുമാരി. പക്ഷെ അവരെ രാജകുമാരി ദേവി എന്ന് മാത്രമേ വിളിക്കാവൂ. അവരുടെ പേര് ലാരിക എന്നാണ്. കൃഷ്ണൻ ആ സ്ത്രീയെ ഒന്ന് നോക്കി. സർപ്പസൗന്ദര്യം, ഒരു 22 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവരെ നാഗകന്യകമാരെന്ന് വിളിക്കുന്നത് ഇവർക്ക് പാമ്പിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ടല്ല. നമ്മൾ പറയത്തില്ലേ, സർപ്പസൗന്ദര്യം. ഏത് പുരുഷന്റെയും മനസ്സിനെ ഇളക്കി മറിക്കുന്ന സർപ്പസുന്ദരികളാണ്. അവളുടെ കൂടെ അവളുടെ അനുജത്തിയാണ്, ഒരു 20 വയസ്സ് തോന്നിക്കും, മറ്റൊരു പെണ്ണ് നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, അവളുടെ പേരാണ് ആശിക. ലാരികയുടെ അനുജത്തിയാണ് ആരെന്ന് പറയുന്നത്? ആശിക. അവളാകട്ടെ മൂത്തവളേക്കാൾ സുന്ദരിയാണ്. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. താൻ ചെല്ലുന്നിടത്തൊക്കെ സ്ത്രീകളും കൂടെ ഉണ്ടല്ലോ. കൃഷ്ണൻ നടന്നടുക്കലേക്ക് ചെന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാജകുമാരിയെ വണങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഈ രാജകുമാരി ലാരികയുടെ പിന്നിൽ നിന്നും ഒത്ത ശരീരമുള്ള ഒരാൾ വന്നു. നല്ല നീളവും അതിനൊത്ത ആരോഗ്യവുമുള്ള ഒരാൾ വന്നു. അപ്പോൾ മനസ്സിലായി അത് രാജകുമാരി ലാരികയുടെ ഭർത്താവാണ്. അയാളെടുത്തു പറഞ്ഞു, ഇത് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണനോട് അയാൾ പറഞ്ഞു, നോക്കൂ, രാജകുമാരി പറഞ്ഞത് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങളുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങളെക്കുറിച്ച് വിശദമായി പറയൂ എന്നാണ്. കൃഷ്ണൻ അയാളെ തന്നെ ഒന്ന് നോക്കി. രാജകുമാരിയുടെ ഭർത്താവിനെ ആ മുഖം തനിക്ക് പരിചയമുള്ളതുപോലെ കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞു, ഞാൻ മധുരയിലെ രാജാവായ ഉഗ്രസേനൻ. ആ ഉഗ്രസേനന്റെ പ്രതിനിധിയായി വന്നതാണ്. ഉഗ്രസേനന്റെ പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണൻ, ഗുരുക്കന്മാരുടെ ഗുരുക്കനായ, സകല വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള സാന്ദീപ മുനിയുടെ ശിഷ്യൻ. ആ സാന്ദീപ മുനി എന്ന വാക്ക് അല്പം കടുപ്പിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് കൃഷ്ണൻ ആ രാജകുമാരിയുടെ ഭർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ മുഖത്തുണ്ടായ ഞെട്ടൽ കൃഷ്ണൻ മനസ്സിലാക്കി. അവിടെ വച്ച് കൃഷ്ണൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതെ, ഇതാണ് സാന്ദീപ മുനിയുടെ മകൻ പുനർദത്തൻ. താൻ തേടി വന്നത് ഇവനെയാണ് കൊണ്ടുപോകേണ്ടത്. ഇവനിതാ രാജകുമാരിയുടെ ഭർത്താവായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവരോടൊത്ത് കൊട്ടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ കൊട്ടാരത്തിലേക്ക് ചെന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു മുറി കൊടുത്തു. ആ മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു. കൃഷ്ണനും ഉദ്ധവനുമെല്ലാം ആ മുറിയിൽ വിശ്രമിച്ചു. ആ സമയത്ത് വാതിലിൽ ഒരു മുട്ട് കേട്ടു. ആ മുട്ട് കേട്ടപ്പോൾ കൃഷ്ണൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ആ പെൺകുട്ടി നിൽക്കുന്നു. അനുജത്തി പെൺകുട്ടി ആശിക. അവൾ എന്തൊക്കെയോ പറഞ്ഞു കൃഷ്ണനോട്. പക്ഷേ കൃഷ്ണനൊന്നും മനസ്സിലായില്ല. എങ്കിലും കൃഷ്ണന് മനസ്സിലായി അവൾ നടത്തുന്നത് പ്രണയാഭ്യർത്ഥനയാണ്. അവൾ കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കൃഷ്ണനൊരു ഉമ്മ കൊടുത്തു.
ഒരു നിമിഷം ആ സർപ്പ സൗന്ദര്യത്തിൽ കൃഷ്ണൻ ലയിച്ചു നിന്നു. കൃഷ്ണൻ വിചാരിക്കുകയാണ്, എന്തൊരു ഗാഠമായ, എന്തൊരു മധുര വികാരമുണർത്തുന്ന ചുംബനം. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. കൃഷ്ണൻ തിരിച്ചു വന്ന് കട്ടിലിരുന്നു. ഉദ്ധവൻ ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സർപ്പസുന്ദരികൾ നമ്മളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി ഉദ്ധവ. ഉദ്ധവൻ പറഞ്ഞു, നമ്മളെയല്ല, കൃഷ്ണനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഒന്ന് ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു. കൃഷ്ണൻ നോക്കി. അതെ, രാജകുമാരിയുടെ ഭർത്താവ് പുനർദത്തൻ എന്ന് താൻ സംശയിക്കുന്ന ആളാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സ്വാഗതം പുനർദത്ത, സ്വാഗതം. പുനർദത്തൻ ഒന്ന് അമ്പരന്ന് പോയി. പുനർദത്തൻ പറഞ്ഞു, എന്താ നിങ്ങൾ വിളിച്ചത്? പുനർദത്ത, സ്വാഗതം, കൃഷ്ണന്റെ അടുക്കലേക്ക് സ്വാഗതം. പുനർദത്തൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ പുനർദത്തനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലാകും. എൻ്റെ ഗുരു സാന്ദീപ മുനിയുടെ പുത്രനെ കണ്ടാൽ എനിക്ക് മനസ്സിലാകും. പക്ഷേ കൃഷ്ണ, നിങ്ങൾ ഇവിടെ വരരുതായിരുന്നു ഇപ്പോൾ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഗുരു സാന്ദീപ മുനി നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് ഈ സാഹസമൊക്കെ സഹിച്ച് ഞാൻ വന്നത്. അതെൻ്റെ ഗുരുദക്ഷിണയാണ് പുനർദത്ത. നിന്നെ എനിക്ക് സാന്ദീപ മുനിയുടെ അടുക്കൽ എത്തിക്കണം. അപ്പോൾ പുനർദത്തൻ പറഞ്ഞു, കൃഷ്ണ, നീ കാണിച്ചത് വിഡ്ഢിത്തരമാണ്. ഒരു കാരണവശാലും നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നിനക്കെന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും പുനർദത്ത. ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞു, മണ്ടത്തരം പറയാതെ കൃഷ്ണ, നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നിനക്കറിയാമോ, നിനക്കെന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല കൃഷ്ണ. ഒരു നിമിഷം നിന്നു. നിന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നിന്നോടൊത്ത് വരാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ കൃഷ്ണനൊന്ന് ഞെട്ടി. എന്ത്, ഇവിടുന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല കൃഷ്ണ, ഞാൻ ഒരു കാലത്ത് സാന്ദീപ മുനിയുടെ മകനായിരുന്നു. അന്ന് ഞാൻ ബ്രഹ്മചര്യം പാലിച്ചൊരു ചിട്ടയോടുകൂടി കഴിഞ്ഞു. ഇവിടെ എന്നെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ആദ്യം വലിയ വിഷമമായിരുന്നു. പക്ഷേ കൃഷ്ണ, നമ്മൾ അവിടെ കാണുന്ന പെൺകുട്ടികളെ കണക്കല്ല ഇവർ തരുന്ന സുഖം, തരുന്ന സുഖം. എൻ്റെ ലാരിക, അവൾ എനിക്ക് പകർന്നു തരുന്ന ഒരാനന്ദമുണ്ട് കൃഷ്ണ. ഒരിക്കൽ ഈ നാഗകന്യകകൾക്ക് അടിമപ്പെട്ടാൽ പിന്നെ നമ്മൾ അവരെ വിട്ടു പോകാൻ സാധ്യമല്ല. കൃഷ്ണൻ അമ്പരന്ന് നിന്നു. കൃഷ്ണൻ പറഞ്ഞു, പുനർദത്ത, നീ സാന്ദീപ മുനിയുടെ മകനാണ്. അസാധാരണമായ ബ്രഹ്മചര്യമുള്ളവൻ, ധർമ്മം സ്ഥാപിക്കാൻ സാന്ദീപ മുനിയോടൊപ്പം നടക്കേണ്ടവൻ. അവൻ വന്ന് ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുന്നുവെന്നോ? കൃഷ്ണ, എന്താണിത്? കൃഷ്ണൻ പറഞ്ഞു, പിന്നെ എന്താണ് ഈ പറയുന്നത്? പുനർദത്തൻ പറഞ്ഞു, അതേ കൃഷ്ണ, ഞാൻ വരില്ല. ഓ, നീ രാജാവായതുകൊണ്ട് ആ രാജ അധികാരത്തിലും മതിമയങ്ങി, ലാരികയിലും മതിമയങ്ങി. പുനർദത്തനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാജാധികാരമോ? എന്ത് രാജാധികാരം കൃഷ്ണ? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല കൃഷ്ണ. ഏതു നിമിഷവും ഞാൻ കൊല്ലപ്പെടാം. കൃഷ്ണൻ പറഞ്ഞു, എന്ത്, ഏതു നിമിഷവും കൊല്ലപ്പെടാമോ? കൃഷ്ണ, നിനക്കറിയില്ലേ നിയമം? ഇവിടുത്തെ നിയമം എന്ന് പറയുമ്പോൾ, ഞാൻ വരുമ്പോൾ ഈ രാജകുമാരിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. കൃഷ്ണൻ അമ്പരന്ന് കേട്ടിരിക്കുകയാണ് ഈ കഥകള്. ഞാൻ വരുമ്പോൾ ഈ രാജകുമാരിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്തു ചെയ്തു? ആ ഭർത്താവും ഞാനും തമ്മിൽ മല്ലയുദ്ധം നടത്തണം. ആ മല്ലയുദ്ധത്തിൽ ഒരാളെ കൊന്നിരിക്കണം. ജയിക്കുന്ന ആള് ഭർത്താവാകും. അങ്ങനെ ആ രാജകുമാരിയുടെ ഭർത്താവിനെ ഞാൻ വധിച്ചു. അങ്ങനെ ഞാൻ വിജയിച്ചു. അങ്ങനെ ഞാൻ ഭർത്താവായി. പക്ഷേ കൃഷ്ണ, ഏതു നിമിഷവും മറ്റൊരാളെ വന്നു കഴിയുമ്പോൾ, മറ്റൊരാളോട് മല്ലയുദ്ധം നടത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ജഗദംബെ ആവശ്യപ്പെട്ടാൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യണം. അങ്ങനെ 2-3 പേരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്തു കൃഷ്ണ.
ഞാൻ സാന്ദീപ മുനിയുടെ മകനായതുകൊണ്ട് ഞാൻ അവരെയൊക്കെ വധിച്ച് ഞാൻ തുടരുന്നു. ഇനി എപ്പോഴാണോ ജഗദംബിക മറ്റൊരാളുമായി യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുന്നതെന്നറിയില്ല. അവൻ എന്നെ വധിച്ചാൽ അവനാകും പിന്നെ ലാരികയുടെ ഭർത്താവ്. കൃഷ്ണൻ പറഞ്ഞു, ഇത്ര ഭീതി ഉണ്ടായിട്ടും നീ എന്തിനിങ്ങനെ കഴിയുന്നു? അപ്പോൾ പറഞ്ഞു, അത് ലാരിക തരുന്ന ഒരു ലഹരിയുണ്ട് കൃഷ്ണ. നീ എന്തിനാണ് ഇപ്പം വന്നത്? എൻ്റെ അച്ഛൻ ഞാൻ മരിച്ചുപോയി എന്ന ധാരണയിൽ കഴിയുമായിരുന്നു. നീ വരരുതായിരുന്നു. പുനർദത്ത, നിനക്ക് നിന്റെ പിതാവിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അടിമപ്പെട്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. ഇതിനേക്കാൾ സുന്ദരികൾ നിനക്ക് വേണമെങ്കിൽ നിന്റെ നാട്ടിൽ നിനക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നീ നയിച്ചുകൊള്ളൂ. പക്ഷേ ഈ സ്ത്രീകൾക്ക് അടിമപ്പെട്ട് നീ ഇങ്ങനെ കഴിയരുത്. നീ എന്നോടൊപ്പം വന്നിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു രാജസേവകൻ വന്നു. രാജസേവകൻ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണനെ കാണാൻ രാജ്ഞി ആഗ്രഹിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ രാജ്ഞിയുടെ അടുക്കലേക്ക് ചെന്നു. അവിടെ ആരുമില്ല. അവിടെ ഒരു ഹോമകുണ്ഡമുണ്ട്. പെട്ടെന്ന് ആ ഹോമകുണ്ഡമെന്ന് ആളിക്കത്തി തീർന്നപ്പോൾ മധ്യവയസ്കയായ ഒരു സ്ത്രീ അവിടേക്ക് വന്നു. അവരുടെ പിന്നിലായിട്ട് അവരുടെ ഭർത്താവ്. അവിടെ അങ്ങനെയാണ്, സ്ത്രീക്കാണ് പ്രാധാന്യം. അതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് അവരുടെ ഭർത്താവ് നിൽക്കുകയാണ്. അദ്ദേഹവും നല്ല ഒരു അതികായകൻ, ഒരു മധ്യവയസ്കൻ. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാനത് കാത്തിരിക്കുകയായിരുന്നു നിന്റെ വരവിന് വേണ്ടി കൃഷ്ണ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജ്ഞി മാതാവേ സ്വാഗതം. കൃഷ്ണ, നീ നിന്നെക്കുറിച്ച് പറയൂ. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉഗ്രസേന രാജാവ്, മധുരയിലെ ഉഗ്രസേന രാജാവ് ഈ രാജ്യവുമായി സന്ധിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവർ കുറേ സമ്മാനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്, അത് ഞാൻ തന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാജ്ഞി പറഞ്ഞു, മധുരയുമായി സന്ധിയിൽ പോകാൻ എനിക്ക് താല്പര്യമാണ്. പക്ഷേ കൃഷ്ണ, ജഗദംബ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ ഇവിടെ വേണമെന്നാണ്, നീ ഇവിടെ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണ, നിനക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പക്ഷേ എനിക്കിവിടുന്ന് പോകണം. ഇല്ല, ജഗദംബയുടെ ആജ്ഞയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ഇനി മരണം വരെ നീ ഇവിടെ ഉണ്ടായിരിക്കും. കൃഷ്ണൻ എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കാതെ അവര് പെട്ടെന്ന് പൊയ്ക്കളഞ്ഞു. ഒന്നും മിണ്ടാതെ പൊയ്ക്കളഞ്ഞു. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? തിരിച്ചു തൻ്റെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, ഇതൊരു വല്ലാത്ത രാജ്യമാണല്ലോ, നമ്മളിവിടെ അങ്ങ് പെട്ടുപോയല്ലോ ഉദ്ധവ. ഈ സമയത്ത് എന്തു ചെയ്തു? മറ്റൊരു രാജസേവകൻ വന്നു. ഏതാണ്ട് നേരം രാത്രിയായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ രാജാവ്, ആ രാജ്ഞിയുടെ ഭർത്താവ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ആ രാജ്ഞിയുടെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തെ താണു വണങ്ങി. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, നീ ഇരിക്കൂ. നിന്നോട് എനിക്കൊരു സ്നേഹം തോന്നുന്നു. നിന്റെ ധൈര്യത്തിൽ എനിക്കൊരു മതിപ്പ് തോന്നുന്നു. നിന്നെ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മകനെ പോലെ. പക്ഷേ കൃഷ്ണ, നീ വന്നു ചേർന്നിരിക്കുന്ന ആപത്ത് എന്താണെന്ന് നിനക്കറിയില്ല കൃഷ്ണ. നീ ഇന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇന്ന് രാത്രി നിനക്ക് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വന്നത് എനിക്കൊറ്റയ്ക്ക് രക്ഷപ്പെടാനല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിന്നെ? എൻ്റെ ഗുരുവാണ് സാന്ദീപ മുനി. ആ സാന്ദീപ മുനിയുടെ അതേ ശിഷ്യനായ മകനായ പുനർദത്തനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നടക്കില്ല കൃഷ്ണ, നീ രക്ഷപ്പെട്. ഇവിടുത്തെ കുറിച്ച് നിനക്കറിയില്ല. നിനക്കറിയാമോ, ഞാൻ പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു. കൃഷ്ണൻ ഞെട്ടിപ്പോയി. പരശുരാമ ശിഷ്യനോ? പരശുരാമ ശിഷ്യൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? അത് ഒരു കപ്പൽ, ഞാൻ സഞ്ചരിച്ച കപ്പൽ അപകടത്തിൽപ്പെട്ടു. ആ കപ്പലിൽ നിന്ന് ഞാൻ നീന്തി കരക്കടിഞ്ഞത് ഈ ലോകത്താണ്. അന്ന് ഈ രാജ്ഞിക്ക് ഭർത്താവായി മറ്റൊരു പുരുഷനുണ്ടായിരുന്നു. ഞാനും അവരും തമ്മിൽ മല്ലയുദ്ധത്തിലേർപ്പെട്ടു. ഞാൻ അവനെ വധിച്ചു. എനിക്ക് ജീവിക്കാൻ വേണ്ടി അവനെ വധിച്ചു കൃഷ്ണ. അങ്ങനെ ഞാൻ രാജ്ഞിയുടെ ഭർത്താവായി. അതിനുശേഷം 3 പേര് വന്നു.
എന്നോടൊരു വിരോധവുമില്ലാത്ത 3 പേര്, ആ 3 പേരെയും എനിക്ക് വധിക്കേണ്ടി വന്നു അതെനിക്ക് ജീവിക്കാൻ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇങ്ങനെ കഴിയുന്നത്? എന്തിനാണ് കഴിയുന്നത്? ഒരു സ്നേഹവുമില്ലാത്ത ഇവിടെ. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, സ്നേഹമില്ലേ? നിനക്കറിയില്ല. എൻ്റെ രാജ്ഞി ജഗദംബിക അവളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ സ്നേഹം കൊണ്ട് മൂടും. അവൾ തരുന്ന സുഖം അത് വളരെ വലുതാണ് കൃഷ്ണ. ഒരിക്കൽ നാഗകന്യകയ്ക്ക് അടിമപ്പെട്ടാൽ ഇവിടുന്ന് പോകാൻ സാധ്യമല്ല കൃഷ്ണ. നിന്നെ നാഗകന്യകമാർക്ക് അടിമപ്പെടുത്തും, പിന്നെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. എൻ്റെ സ്ഥിതിയും അതാണ്. ഈ രാജ്ഞി മരിച്ചു കഴിയുമ്പോൾ അവരുടെ ചിതയിൽ ചാടി ഞാനും മരിക്കണമെന്നാണ് നിയമം. പക്ഷേ ഞാൻ മരിക്കും, സ്വമനസാല മരിക്കും. കാരണം അവൾ എനിക്ക് നൽകുന്ന ശരീരസുഖം അത്രയ്ക്ക് വലുതാണെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, വളരെ വിചിത്രമായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നീ ഇന്ന് രക്ഷപ്പെട്, എൻ്റെ ഏറ്റവും വിശ്വസ്തരായ അനുചരെ ഏർപ്പെടുത്താം. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ധർമ്മം രക്ഷിക്കാനാണ് വന്നത്, പുനർദത്തനെയും കൊണ്ടേ ഞാൻ പോകൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസാധ്യം മകനെ, അങ്ങെന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് കൃഷ്ണൻ ദിവ്യ പിതാവിനെ താണു വണങ്ങിയിട്ട് അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയായി. ആരോ തൻ്റെ അടുക്കലേക്ക് വരുന്നതായി കൃഷ്ണന് തോന്നി. ആരോ തൻ്റെ അടുക്കൽ മുട്ടുകുത്തിയിരിക്കുന്നതായിട്ടും കൃഷ്ണന് തോന്നി. അങ്ങനെ തോന്നിയപ്പോൾ കൃഷ്ണൻ പതുക്കെ ഒന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ കൃഷ്ണന് മനസ്സിലായി തൻ്റെ അടുത്തിരിക്കുന്നത് ആശിക, ആ ഇളയ പെൺകുട്ടി. കൃഷ്ണൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ കൃഷ്ണനെ വാരിപ്പുണർന്നു, കൃഷ്ണനെ തെരുതിരെ ഉമ്മ വെച്ചു. കൃഷ്ണനാകട്ടെ വല്ലാത്ത ഒരു സുഖത്തിൻ്റെ ആലസ്യത്തിലിരുന്നു. കൃഷ്ണൻ മനസ്സിലാക്കുകയാണ്, ശരിയാണ്, പുനർദത്തനും രാജാവും പറഞ്ഞത് ശരിയാണ്. നാഗകന്യകമാര് തരുന്ന സുഖം വളരെ വലുതാണ്. അവൾ കൃഷ്ണനെ ഗാഠം പുണർന്നു. എന്നിട്ട് അവൾ എന്തൊക്കെയോ കൃഷ്ണനോട് പുലമ്പി. കൃഷ്ണൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പെട്ടെന്നൊരു കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ ഓടിപ്പൊക്കളഞ്ഞു. കൃഷ്ണൻ വിചാരിച്ചു, അതെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എൻ്റെ മനസ്സ് ആശികയിലേക്ക് പോവുകയാണോ? ആ സമയത്ത് ഒരാൾ വന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണനെ രാജ്ഞി വിളിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, ഈ രാത്രി സമയത്തോ? അതേ കൃഷ്ണ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളെ രാജ്ഞി വിളിക്കുന്നത്. കൃഷ്ണൻ രാജ്ഞിയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ കൃഷ്ണനോട് അവര് പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ആ കാര്യം? അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നീ ലാരികയെ വിവാഹം കഴിക്കണം. കൃഷ്ണൻ ഞെട്ടിപ്പോയി. ഞാൻ ലാരികയെ വിവാഹം കഴിക്കാനോ? അതേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ലാരികയ്ക്കൊരു ഭർത്താവുണ്ടല്ലോ. അതെ, നീയും അവനും തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആ ദ്വന്ദ്വയുദ്ധത്തിൽ നീ അവനെ വധിച്ചാൽ നീ ആയിരിക്കും ലാരികയുടെ ഭർത്താവ്. മറിച്ചാണെങ്കിൽ അവൻ എൻ്റെ ലാരികയുടെ ഭർത്താവായി തുടരും. കൃഷ്ണൻ ഇടിവെട്ടേറ്റത് കണക്ക് നിന്നു. എന്ത്? ലാരികയുടെ ഭർത്താവ് പുനർദത്തനാണ്? അപ്പൊ ഞാനും പുനർദത്തനും തമ്മിൽ ഏറ്റുമുട്ടാനോ? പുനർദത്തനെ രക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ പുനർദത്തനെ കൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇല്ല, എനിക്കതിന് സാധ്യമല്ല. അപ്പോൾ രാജ്ഞിയുടെ ഭർത്താവ് രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, എനിക്ക് നിന്നെ വധിക്കേണ്ടി വരും. പെട്ടെന്ന് ആ സ്ത്രീ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കൃഷ്ണ, ജഗദംബയുടെ ഉത്തരവിന് മാറ്റമില്ല. ഇന്നേക്ക് 3-ാം നാൾ നാം വേദി ഒരുക്കുന്നു. നീയും ലാരികയുടെ ഭർത്താവും തമ്മിൽ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതിൽ ജയിക്കുന്നവൻ ലാരികയുടെ ഭർത്താവായിരിക്കും കൃഷ്ണ. കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല.
ഒന്നും മിണ്ടെന്ന് കഴിയുന്നതിന് മുമ്പ് അവർ പോയി. കൃഷ്ണൻ തൻ്റെ മുറിയിലേക്ക് വന്നു. ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ആശികയുമായിട്ടല്ല, ലാരികയുമായിട്ടാണ് എൻ്റെ വിവാഹം. അതിനർത്ഥം ഞാനും പുനർദത്തനും തമ്മിൽ യുദ്ധത്തിലേർപ്പെടണം. അപ്പോൾ ഞങ്ങളിൽ ഒരാളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. ഇത് വല്ലാത്ത ഒരവസ്ഥയാണല്ലോ. ഈ സമയത്ത് എന്തു ചെയ്തു? കൊടുങ്കാറ്റ് പോലെ ആശിക വന്നു. ആശികയുടെ കൂടെ ഒരു തോഴിയുമുണ്ട്. അവൾ വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഏങ്ങി കൃഷ്ണന്റെ അടുത്ത് കരയാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ ആ കൂടെ നിന്ന തോഴി പരിഭാഷപ്പെടുത്തി കൊടുത്തു, കൃഷ്ണ എന്നെ കൊല്ലാൻ എന്നെ നിന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. ലാരികയെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. കൃഷ്ണ, എനിക്ക് നിന്നെ വേണം കൃഷ്ണ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് തോഴി എന്തോ ചെവിയിൽ പറഞ്ഞു. പെട്ടെന്ന് ആശിക കുതറിമാറി. അവൾ എന്തോ ഭയപ്പെട്ടിട്ടെന്ന വണ്ണം ഓടിപ്പോയി. ആ സമയത്ത് സേവകൻ വന്നിട്ട് പറഞ്ഞു, അങ്ങയെ രാജാവ് വിളിക്കുന്നു. അപ്പൊ കൃഷ്ണൻ രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, കൃഷ്ണ, നിന്നോട് ഞാൻ പറഞ്ഞതാണ് രക്ഷപ്പെടാൻ. ഞാൻ ഇന്നും നിനക്കൊരവസരം തരാൻ രക്ഷപ്പെടാൻ. കൃഷ്ണൻ പറഞ്ഞു, ഇല്ല, പുനർദത്തനെയും കൊണ്ടുപോകാനല്ലേ ഞാൻ വന്നത്. അതിനി നടക്കില്ല. നീ ലാരികയുമായി യുദ്ധത്തിലേർപ്പെടണം. പക്ഷേ കൃഷ്ണ, ഇപ്പം ഞാൻ ലാരികയുടെ ഭർത്താവായ പുനർദത്തനുമായി യുദ്ധത്തിലേർപ്പെടണം. നിനക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ലാരികയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇതെന്തൊരു അനീതിയാണ്. ഒരു സ്ത്രീക്കൊരു ഭർത്താവുണ്ട്, അവനെ വധിക്കണമത്രേ. അപ്പോൾ പറഞ്ഞു, അതിവിടുത്തെ നിയമമാണ് കൃഷ്ണ. പക്ഷേ നിന്നെ ഞാൻ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിനാണ്. കൃഷ്ണൻ ചോദിച്ചു, എന്താണ്? നീ ആശികയുടെ അടുക്കൽ ചെല്ലണം. അവൾ പാവമാണ് കൃഷ്ണ. അവൾ നിന്നെ വല്ലാതെ ആഗ്രഹിക്കുന്നു. അവൾ ഒരു പക്ഷേ ജീവിതം ഒടുക്കിയേക്കും. ഞാൻ ഭയക്കുന്നു. നീ അവൾക്ക് എന്തെങ്കിലും പ്രത്യാശ കൊടുക്കണം. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്ത് പ്രത്യാശ കൊടുക്കാൻ? ഇന്നേക്ക് 3-ാം ദിവസം പുനർദത്തനുമായി മൽപ്പിടുത്തം നടത്തേണ്ട ഞാൻ എന്താണ് അവൾക്ക് കൊടുക്കേണ്ടത്? കൃഷ്ണ, എനിക്കറിയില്ല. നീ അവളെ ആശ്വസിപ്പിക്കൂ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് രാജാവാണ്. ഈ പ്രതിസന്ധിയിൽ അങ്ങേക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല കൃഷ്ണ. ജഗദംബ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പറ്റില്ല. നീ പോയി ആശികയെ ആശ്വസിപ്പിക്കൂ. എൻ്റെ വിശ്വസ്തനായ ഒരു തോഴനെ ഞാൻ വിട്ടുതരാം നിന്റെ കൂടെ. അപ്പോൾ കൃഷ്ണൻ ആ തോഴനുമായിട്ട് ആശികയുടെ മുറിയിലേക്ക് ചെന്നു. ആശിക ഓടി വന്നു, കൃഷ്ണന്റെ നെഞ്ചത്തേക്ക് വീണു. കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കൃഷ്ണനും അവളെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണൻ അവളുടെ തലമുടി മാടി ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, ആശികയെ, നീ കരയരുത്. ഞാനും പുനർദത്തനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ഇനി ഒഴിവാക്കാൻ വയ്യ. അവളുടെ താടി പിടിച്ചുയർത്തിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, ആശികേ, നിന്നെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇനി ഒന്നും നടക്കില്ല. ആ യുദ്ധത്തിൽ എന്നെ കൊന്നാൽ അവൻ രാജാവായി തന്നെ തുടരും. അപ്പോൾ ആശിക പറഞ്ഞു, ഇല്ല, നിന്നെ കൊന്നാൽ ആ നിമിഷം ഞാനും മരിക്കും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും എന്തിനു മരിക്കുന്നു? നോക്കൂ, നിനക്കെൻ്റെ രാജ്യത്തേക്ക് വരാമോ? ആശിക തല ഉയർത്തി കൃഷ്ണനെ നോക്കി. ഞങ്ങൾ നാഗകന്യകമാർക്ക് ഈ ഭൂലോകം വിട്ടെങ്ങോട്ടും പോകാൻ സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു, ആശികേ, ഈ 2 കാര്യങ്ങളും ഒന്നിച്ച് നടക്കില്ല. നിനക്കെന്നെ വേണം താനും, എന്നാൽ ഇവിടം വിട്ട് വരാനും സാധ്യമല്ല. നിനക്കെന്നോടൊത്ത് വരാമോ? ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകാം. നീ എന്ത് പറയുന്നു? അപ്പോൾ ആശിക പറഞ്ഞു, എനിക്ക് ഈ ലോകം മടുത്തു, ഈ നശിച്ച ലോകം മടുത്തു. ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു കൃഷ്ണ. നിങ്ങളെപ്പോലൊരാൾ ഈ ഭൂമിയിൽ ഇനി വേറെ ഇല്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കെന്നും ലാരികയാണ് പ്രിയപ്പെട്ടവള്. നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങളുടെ ചുറുചുറുക്ക് കണ്ടപ്പോൾ ലാരികയ്ക്ക് നിങ്ങളെ ഭർത്താവാക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നെ സ്നേഹമില്ലാത്ത ഇവരുടെ കൂടെ ഞാൻ നിൽക്കില്ല കൃഷ്ണ. നീ വിളിച്ചാൽ ഞാൻ വരും കൃഷ്ണ. എവിടെ വേണമെങ്കിലും വരും. ആശികേ, ഇത് സത്യമാണോ? സത്യം കൃഷ്ണ, സത്യം. പക്ഷേ പുനർദത്തനുമായുള്ള യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ ആ നിമിഷം ഞാൻ മരിക്കും. കൃഷ്ണൻ അവളെ ചേർത്ത് വെച്ചു.
കൃഷ്ണൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആശികയെ സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. എങ്ങനെ സമാധാനമായിട്ടിരിക്കും? എങ്ങനെ സമാധാനമായിട്ടിരിക്കും? നീ യുദ്ധത്തിൽ പുനർദത്തനെ കൊന്നാൽ ആ സമയത്ത് അവർ നിന്റെ കല്യാണം നടത്തത്തില്ലേ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ വിവാഹം നീയുമായിട്ടായിരിക്കും, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണൻ അവിടുന്ന് നടന്നുപോയി. കൃഷ്ണൻ എന്നിട്ട് ഉദ്ധവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉദ്ധവ, ഇനി ഒരു ദിവസവും കൂടിയാണുള്ളത്. നാളത്തെ ദിവസം വൈകുന്നേരം ദ്വന്ദ്വയുദ്ധമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ഉദ്ധവ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ ഉദ്ധവ. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? പുനർദത്തനെ രക്ഷിക്കാൻ വന്നിട്ട് അവനെ കൊല്ലുക. ഉദ്ധവൻ പറഞ്ഞു, അതേ കൃഷ്ണ, ഇതെന്താ ഒരു മാർഗം? ആ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് നോക്കാം രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇവിടുത്തെ മല്ലയുദ്ധത്തിൻ്റെ സ്ഥിതി നമുക്ക് എന്താണെന്ന് അറിയാൻ വയ്യല്ലോ. പക്ഷേ ഞാൻ എന്തു ചെയ്യും? കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഇതുവരെയും എനിക്ക് ഇങ്ങനൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല. ആശിക, അവളോട് ഞാൻ പറഞ്ഞു അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന്. പക്ഷേ എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല എങ്ങനെ കൊണ്ടുപോകുമെന്ന്. നാളെ പുനർദത്തനുമായിട്ടുള്ള യുദ്ധം അതെങ്ങനെ ഒഴിവാക്കാം ഉദ്ധവ? എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം ഇവിടെ ഉള്ളവരൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല. അവരാജ്ഞ നൽകുകയാണ്, എന്നിട്ട് അവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അതേ, അതാ ആ നിർണായകമായ ദിവസം വന്നിരിക്കുന്നു. ഇന്ന് കൃഷ്ണനും പുനർദത്തനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. നേരം സന്ധ്യയായി. കൃഷ്ണൻ അമ്പരന്ന് നോക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ഈ മല്ലയുദ്ധം കാണാൻ ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും ആ മല്ലയുദ്ധ ഗോദായ്ക്ക് 4 ചുറ്റും വളഞ്ഞു കഴിഞ്ഞു. അതിനു ചുറ്റും ഇവരുടെ ഭടന്മാര്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, പെട്ടുപോയി. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം 4 ചുറ്റും ആ രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പിന്നെ ഇവരുടെ സൈന്യങ്ങളും. ഉദ്ധവ, എന്തു ചെയ്യും ഞാൻ? ആ സമയത്ത് പെരുമ്പറ മുഴങ്ങി. അപ്പോൾ 2 നാഗകന്യകമാര് വന്നു. കൃഷ്ണൻ യുദ്ധവേഷം ധരിച്ചു നിൽക്കുകയാണ്. കൃഷ്ണനെ ഗോദയിലേക്ക് കൊണ്ടുപോയി. കൃഷ്ണൻ ഗോദയിലേക്ക് കയറി. ആ സമയത്ത് പുനർദത്തനെ കൊണ്ടുവന്നു. പുനർദത്തനും ഗോദയിലേക്ക് കയറി. രണ്ടുപേരും നിൽക്കുകയാണ്. പുനർദത്തൻ കൃഷ്ണനെ പകച്ചു നോക്കി. കൃഷ്ണൻ പുനർദത്തനെയും പകച്ചു നോക്കി. കൃഷ്ണൻ വിചാരിച്ചു, ഇതെന്തൊരു വിധിയാണ്. പുനർദത്തനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പുനർദത്തനെ വധിക്കണം, അല്ലെങ്കിൽ പുനർദത്തനെ എന്നെ വധിക്കണം. ഇതെങ്ങനെ നടക്കും? പുനർദത്തനാകട്ടെ, പുനർദത്തന്റെ മനസ്സിൽ തെയ്യുന്ന ചിന്ത ഇതാണ്, എന്നെ രക്ഷിക്കാൻ വന്നതാണ് കൃഷ്ണൻ. അവനെ ഞാൻ എങ്ങനെ വധിക്കും? പക്ഷെ വധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ അവർ വധിക്കുമല്ലെങ്കിൽ കൃഷ്ണനാൽ കൊല്ലപ്പെടും. ഞാനിതെന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് പെരുമ്പറ മുഴങ്ങി, കാഹളം മുഴങ്ങി. രാജ്ഞി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്, മല്ലയുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. കൃഷ്ണനൊന്ന് പകച്ചു, പുനർദത്തനൊന്ന് പകച്ചു, ഉദ്ധവനൊന്ന് പകച്ചു. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല. ഉദ്ധവനെയാണ് രക്ഷിക്കാൻ വന്നത്, അല്ല, പുനർദത്തനെയാണ് രക്ഷിക്കാൻ വന്നത്. ആരെയാണോ രക്ഷിക്കാൻ വന്നത് അവനെ കൊല്ലേണ്ടി വരുന്നു. അതേ, കൃഷ്ണൻ രക്ഷിക്കാൻ വന്ന പുനർദത്തനും കൃഷ്ണനും നേർക്ക് നേർ നിൽക്കുകയാണ്. നിമിഷങ്ങൾ മാത്രം ബാക്കി. ആ സമയത്ത് രാജ്ഞിയുടെ ആജ്ഞ ഒരിക്കൽ കൂടി വന്നു കഴിയുന്നതോടുകൂടി ഇതിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ. ആരായിരിക്കും അത്? കഥയുടെ ത്രസിപ്പിക്കുന്ന അടുത്ത ഭാഗം ചൊവ്വാഴ്ച ഞാൻ വന്നിരിക്കും. രാധാറാണി അമ്മയെ അനുഗ്രഹിച്ചാൽ അതേ വന്നിരിക്കും. ഇനി ഒരാൾക്കേ ജീവിച്ചിരിക്കാൻ പറ്റൂ, ഒന്നുകിൽ കൃഷ്ണൻ അല്ലെങ്കിൽ പുനർദത്തൻ. രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല, എല്ലാ മാർഗവും അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ അടുത്ത ചൊവ്വാഴ്ചയ്ക്കായിട്ട്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഈ വെള്ളിയാഴ്ച
ഞാൻ രാധാഭക്തനായ കഥയുമായി ഞാൻ വരുന്നതാണ്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.